ചാനലിലെ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, മഷ്റൂം ഫാം ഹൈടെക് ആണോ? ഉണ്ടാക്കിയവരുടെ കോണ്ടാക്ട് നമ്പർ തരാവോ എന്നൊക്കെ. ഒന്ന് പറയട്ടെ, ഞങ്ങളുടെ മഷ്റൂം ഫാം നമ്മുടെ നാട്ടിലെ തന്നെ നിർമ്മാണ തൊഴിലാളികളുടെ സഹായത്തോടെ സ്വയം നിർമ്മിച്ചതാണ്. നമ്മുടെ സ്ഥലത്തിന്റെ കാലാവസ്ഥയുടെ എല്ലാം സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ച ഒരു ഫാം. കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഫാമിൽ വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി ഫാം സ്വയം നിർമ്മിക്കാവുന്നതാണ്. ഫാമിലോട്ട് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഉപകരണങ്ങളും നിങ്ങൾക്ക് തന്നെ നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും കോണ്ടാക്റ്റും ഇന്ന് ലഭ്യമാണ്. കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൃഷി പഠിക്കും മുമ്പ് തന്നെ ഫാം സെറ്റ് ചെയ്യാനുള്ള മുന്നൊരുക്കം നടത്താറുണ്ട്. ഈ പറയുന്ന ഞങ്ങളടക്കം. യൂട്യൂബ് വഴിയും സോഷ്യൽ മീഡിയ വഴിയുമെല്ലാം വിവരങ്ങൾ അന്വേഷിക്കുന്ന നമ്മൾ ശരിയായ ആളുകളിലായിരിക്കില്ല എത്തിപ്പെടുക. ഞങ്ങളടക്കം ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്യുന്നതും കൃഷി ചെയ്യാൻ ആഗ്രഹിച്ച് പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതുമായ വിവിധ ജില്ലകളിലെ 60ഓളം ആളുകളെ ചതിച്ച വലിയൊരു സാർ ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് MRDO മഷ്റൂം റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, GRDO ഗ്ലോബൽ റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, NRDO നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി വരാറുണ്ട്. ഹൈടെക് മഷ്റൂം ഫാം നിർമ്മാണം, മഷ്റൂം വിത്തുൽപാദനം, വിൽപ്പന എന്നിവയൊക്കെയാണ് ഈ സാറിന്റെ മെയിൻ പരിപാടി എന്ന് അവകാശപ്പെടുന്നു. കർഷകശ്രീ, മലയാള മനോരമ, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയവയിലൊക്കെ പരസ്യം ചെയ്ത് ഒരു ഗവൺമെന്റ് അംഗീകൃത ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സാർ ആളുകളെ വലയിൽ വീഴ്ത്തുക. ഹൈടെക് മഷ്റൂം ഫാം നിർമ്മിക്കാൻ അഡ്വാൻസ് വാങ്ങുന്ന ഇദ്ദേഹം ഒന്നെങ്കിൽ ആ ക്യാഷോട് കൂടി മുങ്ങുകയോ അതുമല്ലെങ്കിൽ വെറും ഒരു ബേസ് നിർമ്മിച്ച് ഫുൾ എമൗണ്ട് കൈക്കലാക്കി മുങ്ങുകയോ ചെയ്യാറാണ് പതിവ്. വളരെ ബുദ്ധിമാനായ ഇദ്ദേഹം മുദ്രാ ലോൺ പാസാക്കി തരാം, കോൺഗ്രാമം പ്രൊജക്റ്റിലൂടെ സബ്സിഡി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് ഫാം നിർമ്മിക്കാൻ സമീപിക്കുന്നവരുടെ വീട്ടിലെ സ്ത്രീകളുടെ പേരിൽ പണമിടപാട് നടത്തുകയാണ് പതിവ്. സ്ത്രീകളുടെ പേരിൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്താൽ സബ്സിഡി വേഗത്തിൽ കിട്ടുമെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇദ്ദേഹത്തിന്റെ തട്ടിപ്പ് മനസ്സിലാക്കുന്നത് ഫാം പണി നടക്കാതെ വരികയും കയ്യിലുള്ള തുക നഷ്ടമാവുകയും ചെയ്യുമ്പോഴാണ്. ഏതെങ്കിലും രീതിയിൽ നഷ്ടമായ എമൗണ്ട് തിരിച്ചു മേടിക്കാൻ പരാതിക്കാരൻ ശ്രമിച്ചാൽ അവരുടെ പേരിൽ വക്കീൽ നോട്ടീസ് അയക്കുക, കള്ളക്കേസ് കൊടുക്കുക എന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ കുൽസിത പ്രവൃത്തികളിൽ ചിലത് മാത്രമാണ്. ചെങ്ങന്നൂർ ടൗണിൽ തന്നെ 3 ഓഫീസുകൾ ചില പ്രതിഷേധങ്ങൾ കാരണം ഇദ്ദേഹം മാറേണ്ടി വന്നിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ യാതൊരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ വ്യക്തി വിവിധ ബോർഡുകളിൽ ഗവൺമെന്റിന്റെ മുദ്രകൾ ഉപയോഗിച്ച് വലിയ പരസ്യം ചെയ്യുകയും ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനം എന്ന രീതിയിൽ വരുത്തി തീർക്കാറുമായിരുന്നു പതിവ്. ചില സ്ഥലങ്ങളിൽ ഫാം നിർമ്മിക്കാൻ ഈ പഹയൻ പോയിരുന്നത് കൃഷിവകുപ്പ് എന്ന് ബോർഡ് വെച്ച സ്വന്തം ജീപ്പിലാണ്. ഇതിനെല്ലാം തന്നെ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തിട്ടുള്ളതുമാണ്. ഒരു മോഡേൺ കള്ളൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇദ്ദേഹത്തിനെതിരെ 20ലധികം ആളുകൾ കേസ് കൊടുക്കുകയും 2 കേസിൽ വിചാരണ കഴിഞ്ഞ് റിമാൻഡിൽ പോയിട്ടുള്ളതുമാണ്. 1 ലക്ഷം രൂപ തൊട്ട് 4 ലക്ഷം വരെ നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തും കോർട്ടിൽ കേസ് കൊടുത്തും മന്ത്രിമാർക്ക് നിവേദനം കൊടുത്തുമെല്ലാം നടക്കുമ്പോൾ ഈ സാർ സോഷ്യൽ മീഡിയ വഴി അടുത്ത ഇരയ്ക്കായി വലവിരിക്കുന്നത് ഞങ്ങൾ കുറച്ചാളുകൾ കാണുന്നുണ്ട്. ഏതു തരക്കാരെയും പറ്റിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഇദ്ദേഹം പറ്റിച്ച ചിലരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചില കാര്യങ്ങളിൽ അതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്നതാണ്. ചെങ്ങന്നൂർ തന്നെയുള്ള രഞ്ജിത്ത് ചേട്ടൻ സ്ട്രോക്ക് വന്ന് 2 കാലും തളർന്നു പോയ ഇദ്ദേഹം പരസ്യം കണ്ടാണ് ഈ സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ജീവിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് ഷെഡ് പകുതി നിർമ്മിച്ച് നൽകിയ തുകയുമായി സാർ അങ്ങ് മുങ്ങി. കാലിക്കറ്റ് ജില്ലയിലെ അഞ്ജു, കണ്ണൂർ തലശ്ശേരിയിൽ ഒരു ഹോസ്പിറ്റൽ ഉടമ, കണ്ണൂരിലെ തന്നെ ജോസഫ്, എറണാകുളം രഹന, എറണാകുളത്ത് തന്നെ ജോസഫ് സാർ, ട്രിവാൻഡ്രം ശ്രീകുമാർ തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലെ ആളുകളെ പറ്റിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കും കൂട്ടായും ഇദ്ദേഹത്തിനെതിരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും മുഖ്യമന്ത്രിക്കും എന്തിന് സെക്രട്ടേറിയറ്റിൽ നേരിട്ട് പോയി കൃഷി മന്ത്രിക്കും വരെ പരാതി കൊടുത്തെങ്കിലും
ഇദ്ദേഹത്തിനെതിരെ വേണ്ട നടപടികളോ വാണിങ്ങോ കിട്ടാത്തതുകൊണ്ടാണോ? അതോ നമ്മുടെ നിയമവ്യവസ്ഥയും ഗവൺമെന്റും കൃഷി വകുപ്പുമൊക്കെ എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്ന് 10 കൊല്ലത്തിന് മുകളിലായി ഒരേ തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ഇന്നും ഇദ്ദേഹം തട്ടിപ്പ് തുടരുന്നു. മറുനാടൻ മലയാളിയിൽ വന്ന വാർത്തയെ തുടർന്ന് കുറച്ചുകാലം മാന്യനായി നടന്ന ഈ വ്യക്തി കുറച്ചു ദിവസങ്ങളിലായി യൂട്യൂബ് വീഡിയോകളിൽ കൂടിയും മറ്റ് സോഷ്യൽ മീഡിയ വഴിയും പരസ്യങ്ങൾ നൽകി വരുന്നത് കാണുമ്പോൾ അടുത്തതായി വേറെ ആരൊക്കെയോ ഇദ്ദേഹത്തിന്റെ കെണിയിൽപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നു. കോൺ കൃഷിയുടെ പേര് പറയുകയും കൃഷിക്ക് പ്രാധാന്യം നൽകാതെ ബിസിനസിന് പ്രാധാന്യം നൽകി ജീവിക്കുന്ന ഇദ്ദേഹത്തിന്റെയോ ഇതുപോലുള്ള മറ്റു വ്യക്തികളുടെയോ കയ്യിൽ ക്യാഷ് അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. പറ്റിക്കപ്പെട്ട ആളുകൾ വേറെ ആളുകൾ അതേ ചതിയിൽ വീഴാതിരിക്കാൻ എടുക്കുന്ന ഒരു കരുതലായി ഈ വീഡിയോ കാണുമല്ലോ.